Radio Lime News Update. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ രോഗനിർണയത്തിൽ ഉമിനീർ പരിശോധന നിർണായകമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് യുകെയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ കണ്ടെത്തി. രോഗം വരുന്നതിന് മുമ്പ് തന്നെ രോഗം വരാൻ സാധ്യത പ്രവചിക്കുന്നതിലൂടെ ചികിത്സയും രോഗനിർണയവും കൂടുതൽ എളുപ്പമാക്കുന്നതിന് ഇത് ഉപകരിക്കും. രാജ്യത്ത് പ്രതിവർഷം 12,000 പുരുഷന്മാരാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ച് മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉപകരിക്കുന്ന ഏതൊരു കാര്യവും രാജ്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഉമിനീർ പരിശോധനയിൽ പുരുഷന്മാരുടെ DNA-യിലുള്ള 130 മ്യൂട്ടേഷനുകൾ കണ്ടെത്തുവാനാണ് ശ്രമിക്കുന്നത്. ഇതിൽ ഓരോന്നും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവാനും സാധ്യത വർദ്ധിപ്പിക്കുവാനുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിലാണ് ഗവേഷണ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപകട സാധ്യത കൂടുതലുള്ള പുരുഷന്മാരെ നേരത്തെ കണ്ടെത്തി പരിശോധിച്ചുറപ്പുവരുത്തുവാൻ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് ക്യാൻസർ റിസർച്ച് യുകെയിലെ ഡോക്ടർ ഇയാൻ വാക്കർ പറഞ്ഞു. അതിജീവന നിരക്ക് വളരെയധികം മെച്ചപ്പെട്ടതായാണ് കഴിഞ്ഞ 40 വർഷത്തെ കണക്കുകൾ കാണിക്കുന്നത്. കൊച്ചുകുട്ടികൾ വരെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന കാലമാണത്. കുട്ടികളുടെ വഴക്കും പിണക്കവും മാറ്റുവാനായി മാതാപിതാക്കൾ ഈ ഉപകരണങ്ങൾ കുട്ടികൾക്കായി കൊടുക്കും. എന്നാൽ സ്മാർട്ട് ഫോൺ കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വാധീനവും ആഘാതവും വളരെ വലുതാണ്. കുട്ടികളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗം ക്ലാസ്സിൽ മാത്രമല്ല, സ്കൂളിന് പുറത്തും നിയന്ത്രിച്ചില്ലെങ്കിൽ മാത്രമാണ് ഇവരെ സുരക്ഷിതരാക്കുവാൻ കഴിയുകയെന്ന് ഇംഗ്ലണ്ടിലെ ചിൽഡ്രൻ കമ്മീഷണർ പറയുന്നു. സ്കൂൾ ഗേറ്റിന് പുറത്ത് കുട്ടികളെ സുരക്ഷിതമാക്കുവാൻ ശക്തമായ നടപടി വേണമെന്ന് ഡെയിം റേച്ചൽ ഡിസൂസ വ്യക്തമാക്കി. 16 വയസ്സിൽ താഴെയുള്ളവരുടെ സ്മാർട്ട് ഫോൺ ഉപയോഗം നിയന്ത്രിക്കൽ, സോഷ്യൽ മീഡിയ നിരോധനം എന്നിവയാണ് നിർദ്ദേശിക്കുന്നത്. 8 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കിടയിൽ നടത്തിയ സർവേയിലാണ് 4 കുട്ടികളും 4 മണിക്കൂറിലേറെ കമ്പ്യൂട്ടറും ഫോണും ടാബ്ലറ്റും ഗെയിം കൺസോളും ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയത്. 69% കുട്ടികൾക്ക് 2 മണിക്കൂറിലേറെ ഇലക്ട്രോണിക് ഡിവൈസുകളാണ് സമയം ചെലവാക്കുന്നത്. 6% പേർ 6 മണിക്കൂറിലേറെ ഈ വഴി പോകുന്നുവെന്നും യുഗോവ് സർവേ കണ്ടെത്തി. ഉറക്കത്തിനിടെയുണ്ടായ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് UK മലയാളി ലണ്ടനിൽ അന്തരിച്ചു. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലിക്കുട സ്വദേശി ജോനസ് ജോസഫാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഉറക്കത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന ഭാര്യ സൗമ്യ ബ്രാം ഉടൻ തന്നെ പാരാമെഡിക് സംഘത്തിന്റെ സഹായം തേടിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം. മരണപ്പെട്ട യുവാവിന് റേഡിയോ ലൈമിന്റെ ആദരാഞ്ജലികൾ. ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ മാത്രമേ പരിഗണിക്കൂ എന്ന ജോലി ഒഴിവ് അറിയിപ്പുമായി യുകെയിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനി രംഗത്ത്. അത് വിവാദങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. പരസ്യത്തിലെ വിചിത്രമായ ആവശ്യമേറെ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയതോടെ കമ്പനി ഖേദപ്രകടനം നടത്തി. ലണ്ടനിലെ ഇൽഫോർഡിൽ പ്രവർത്തിക്കുന്ന അവന്താവോ ടെക്നോളജീസ് എന്ന കമ്പനിയാണ് ഗ്ലാഡോർ ഉൾപ്പെടെയുള്ള റിക്രൂട്ട്മെന്റ് സൈറ്റുകളിൽ ഡെവലപ്മെന്റ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള ജോലി ഒഴിവിന്റെ അറിയിപ്പ് നൽകിയത്. അറിയിപ്പിൽ നിങ്ങൾ യുകെയിൽ ജോലിക്കാരായി സ്പോൺസർഷിപ്പ് തേടുകയാണോ, നിങ്ങളുടെ മാതൃരാജ്യം ഏതാണ് എന്നിങ്ങനെയുള്ള വിസയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. ശ്രീനഗർ ഡൽഹി എയർ ഇന്ത്യ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു പിന്നാലെ പൈലറ്റ് മരിച്ചു. എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന പൈലറ്റ് അർമാനാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലായിരുന്നു സംഭവം. വിമാനത്തിനുള്ളിൽ വെച്ച് ഛർദ്ദിച്ച അർമാനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ലെന്ന് അധികൃതർ പറഞ്ഞു. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ വ്യവസായി തഹാവൂർ റാണയെ ഇന്ന് ഉച്ചയോടെ ഇന്ത്യയിലെത്തിക്കും. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലായിരിക്കും US-ൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കുക. ഇന്ത്യയിലെത്തുന്ന റാണയെ ദേശീയ ഏജൻസി അറസ്റ്റ് ചെയ്യും. തുടർന്ന് ഡൽഹി കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം മുംബൈയിലേക്ക് കൊണ്ടുപോകും. NIA ഓഫീസിലേക്കുള്ള യാത്ര അതീവ രഹസ്യമായിരിക്കും. റാണയ്ക്ക് കമാൻഡോ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെത്തുന്ന റാണയെ തിഹാർ ജയിലിലേക്ക് മാറ്റുമെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ റാണ നൽകിയ ഹർജി US സുപ്രീം കോടതി തിങ്കളാഴ്ച തള്ളിയിരുന്നു. ഇതോടെയാണ് നിയമതടസ്സങ്ങൾ പൂർണ്ണമായും നീങ്ങിയത്. NIA-യിലെയും CBI-യിലെയും 6 സംഘം കഴിഞ്ഞ ഫെബ്രുവരി മുതൽ US-ലുണ്ട്. ഭീകരബന്ധക്കേസിൽ 2009 ഷിക്കാഗോയിൽ അറസ്റ്റിലായ റാണ US-ലെ ലോസ് ആഞ്ചലസ് ജയിലിലായിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ വമ്പൻ തോൽവിക്ക് പിന്നാലെ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസന് തിരിച്ചടി. ഗുജറാത്തിനെതിരായ മത്സരത്തിലെ സ്ലോ ഓവർ റൈറ്റിന്റെ പേരിൽ വൻ തുക പിഴ ചുമത്തി. ഓവറുകൾ തീർക്കുന്നതിൽ വൈകിയതാണ് സഞ്ജുവിന് 24 ലക്ഷം രൂപ പിഴയായി അടക്കേണ്ടി വരുന്നത്. 58 റൺസ് വിജയമാണ് രാജസ്ഥാനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കിയത്. സീസണിൽ ഇത് 2ാം തവണയാണ് രാജസ്ഥാന് ക്യാപ്റ്റൻ പിഴ ശിക്ഷ ലഭിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിന് ശേഷവും രാജസ്ഥാന്റെ താൽക്കാലിക ക്യാപ്റ്റനായ റിയാൻ പരാഗിന് 12 ലക്ഷം രൂപ പിഴ ലഭിച്ചിരുന്നു. IPL ചട്ടപ്രകാരം സ്ലോ ഓവർ റേറ്റ് വന്നാൽ ഒരു ടീമിലെ ഇമ്പാക്ട് പ്ലെയർ അടക്കം എല്ലാ താരങ്ങളും 6 ലക്ഷം രൂപയോ മാച്ച് ഫീയുടെ 25% പിഴയായി കൊടുക്കേണ്ടത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 110.81 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio